Hi, good morning. നെക്സ്റ്റ് ട്രീസ് ആൻഡ് കണക്ടിവിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ എന്താണ് ട്രീസ് എന്ന് പറഞ്ഞാല് നമുക്ക് കുറച്ച് ട്രീസ് ഇവിടെ വരച്ചിട്ടുണ്ട്. എന്താണ് ഗ്രാഫിൽ ട്രീ എന്ന് പറയുന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്? ഈ ഗ്രാഫ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണ് ഓർമ്മ വരുന്നത് നോക്കുക. In the first graph there are 1 2 3 4 5 6 vertices. എല്ലാറ്റിലും 6 vertices ആണ് അല്ലെ? എല്ലാറ്റിലും 6 vertices ആണ്. ഈ 6 vertices പല വിധത്തിൽ 6 vertices കൊണ്ട് ഗ്രാഫ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ഗ്രാഫിലൊക്കെ കോമൺ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രോപ്പർട്ടി, this graph have no cycles. ഈ ഗ്രാഫില് സൈക്കിൾസ് ഇല്ല. സൈക്കിൾസ് ഇല്ലാത്ത ഗ്രാഫിന് നമ്മൾ പറയണവരാണ് അസൈക്ലിക്. സോ these graphs are acyclic. This is the first property. And second property is this graph, from each vertex we have one path connecting to any other vertex. ഒരു വെർട്ടെക്സിൽ നിന്ന് വേറെ ഏത് വെർട്ടെക്സിലേക്കും കണക്ട് ചെയ്യുന്ന ഒരു പാത്ത് ഉണ്ട്, അല്ലെങ്കിൽ ഗ്രാഫ് ഈസ് കണക്റ്റഡ്. ഈ രണ്ട് പ്രോപ്പർട്ടി ഉള്ള ഗ്രാഫിനെയാണ് ട്രീ എന്ന് പറയുന്നത്. നമുക്ക് നമ്മളുടെ മനസ്സിലുള്ള ട്രീ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലേ, അതൊരു ക്രിസ്മസ് ട്രീ പോലെ ഉണ്ടത് കണ്ടോ? ഈ ഗ്രാഫിനൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാല് this graph from this vertex we can go to this vertex through the edges. There is a path from this u to this v, or any u to any v or any w. There is a path connecting the vertices. So this graph is connected and the graph does not contain cycle. അപ്പോൾ ട്രീന്റെ ഡെഫിനിഷൻ കണക്റ്റഡ് എന്ന് പറഞ്ഞാല് കണക്റ്റഡ് അസൈക്ലിക് ഗ്രാഫ് എന്നാണ്. A tree is a connected acyclic graph. അതാണ് ട്രീന്റെ ഡെഫിനിഷൻ. ട്രീക്ക് എക്സാമ്പിളുകള് നമ്മൾ മുകളിൽ പല വിധത്തിൽ തന്നു. ഈ വരക്കുന്നൊക്കെ ട്രീസ് ആണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു തിയറം നോക്കാം. നെക്സ്റ്റ് തിയറം, a part, let u and v be distinct vertices of a tree. Then there is precisely one path from u to v. രണ്ടാമത്തത്, let G be a graph without loops. If for
every pair of distinct vertices U and V of G there is precisely one path from U to V then G is a ഇപ്പൊ രണ്ട് പാർട്ടാണ് ഈ തിയറത്തിന്. ശരിക്കും ഒന്നും അതിന്റെ കോൺവേഴ്സും ആണ്. ഗ്രാഫിൽ ഒരു ട്രീയിലെ രണ്ട് വെർട്ടെക്സ് തമ്മിൽ ഒരൊറ്റ പാത്തേ ഉണ്ടാവുള്ളൂ എന്നാണ്. രണ്ടാമത്തെ ഒരു പാത്ത് എക്സിസ്റ്റ് ചെയ്യൂല. രണ്ടാമത്തത് പറയണേ ഒരു ഗ്രാഫില് ലൂപ്പ് ഇല്ല എന്ന് വിചാരിക്കുക. ഏത് രണ്ട് പെയർ ഓഫ് വെർട്ടീസ് തമ്മിലും ഒരൊറ്റ പാത്തേ ഉള്ളൂ. ദെൻ ദ ഗ്രാഫ് മസ്റ്റ് ബി എ ട്രീ. അതായത് ഒന്നിന്റെ കോൺവേഴ്സ് ആണ്. കോൺവേഴ്സ് പറയുമ്പോൾ ഒരു കണ്ടീഷൻ എക്സ്ട്രാ പറയുന്നുണ്ട്, വിത്തൗട്ട് എനി ലൂപ്സ് എന്ന് പറയുന്നുണ്ട്. അത് പറയാനായിരിക്കാം ഇത് രണ്ടും തിരിച്ച് പറഞ്ഞത്. അപ്പോ എ ഗ്രാഫ് വിത്തൗട്ട് ലൂപ്സ് is a tree if and only if every pair of distinct vertices have precisely one path എന്ന് പറഞ്ഞാൽ മതി. അതാണ് ശരിക്കും തിയറം. ഇപ്പോ ഒരു ട്രീയിലെ രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് വെർട്ടീസ് തമ്മിൽ ഒറ്റ പാത്തേ ഉള്ളൂ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ആദ്യം പ്രൂവ് ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. Suppose T is a tree and U and V be vertices of T. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് there is exactly one path from U to V. Suppose we shall prove there is precisely one path, or there is only one path from U to V. നമ്മൾ കോൺട്രഡിക്ഷൻ വെച്ചിട്ടാണ് പ്രൂവ് ചെയ്യണേ. എങ്ങനെ നോക്കാം, നേരെ തിരിച്ച് അസ്യൂം ചെയ്യാം. Assume ആദ്യം we prove the result by contradiction. Assume there are two paths from U to V. ഒറ്റ പാത്തേ ഉള്ളൂ എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. രണ്ട് പാത്ത് ഉണ്ടായ എന്താണ് സംഭവിക്കാൻ നോക്കാം. രണ്ട് പാത്ത് ഉണ്ടായ എന്താ സംഭവിക്കാൻ നോക്കാം. അപ്പൊ കോൺട്രഡിക്ഷൻ കിട്ടും നമുക്ക്. Then P equal to U1, U2, etc. UN and Q equal to W1, W2, etc. WM are two paths from U to V. അല്ലെങ്കിൽ ഇതിന്റെ U V U V.
ഇങ്ങനെ രണ്ട് പാത്ത് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ രണ്ട് പാത്തിൽ ഒരു കോമൺ വെർട്ടെക്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഏതൊക്കെ? ലെറ്റ് W dash അല്ലെ? be the common vertex last common vertex ആയിട്ട് last common vertex അങ്ങനെയാണെങ്കിൽ W ഇവിടെ ഈ പാത്തിലും ഉണ്ടാവും, ഈ പാത്തിലും ഉണ്ടാവും. then W equal to UI for and W equal to and W equal to some WJ for some I and J. ഇതിലും ഉണ്ടാവും, ഇതിലും ഉണ്ടാവും. ഇതിലേതോ ഒരു UI-യിലും ഇതിലേതോ WJ-യിലും. കാരണം രണ്ടും ഒന്നാവില്ല. കാരണം ഷോർട്ടസ്റ്റ് പാത്ത് ആണെങ്കിൽ രണ്ടും ഒന്നാവുള്ളൂ. അല്ലാത്തതുകൊണ്ട് ഇത് രണ്ടും ഡിഫറെന്റ് ആവാം സാധ്യത ഉണ്ട്. പാത്ത് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പോ UI-യും WJ-യും സെയിം ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കാം. ആദ്യത്തെ പാത്തിലൂടെ യെസ് let W be the last common vertex അല്ലെ, ഫസ്റ്റ് കോമൺ വെർട്ടെക്സ് ഓഫ് ടു പാത്ത്സ്. നമുക്ക് ആ രണ്ട് പാത്ത് ഒന്ന് വരച്ചു നോക്കാം. യുവിൽ നിന്ന് ബിയിലേക്കാണ് നമ്മൾ പാത്ത് വരക്കുന്നത്. ഇപ്പൊ യുവിൽ നിന്ന് ആദ്യത്തെ പാത്ത്, രണ്ട് പാത്ത് ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്, പിയും ക്യൂവും. പി എന്ന് പറഞ്ഞാൽ യുവിൽ നിന്ന് U1, U2, U3 ഇങ്ങനെ പോകുന്നു. ഇതാണ് ഫസ്റ്റ് പാത്ത്. അങ്ങനെ കുറെ പോയിട്ട് ബിയിലെത്തുന്നു. ഇനി രണ്ടാമത്തെ പാത്ത് എന്ന് പറഞ്ഞാല് W1, W2, W3 ഇങ്ങനെ പോയിട്ട് W4, W5 എന്നിട്ട് ഇതിനെ ഇവിടെ കട്ട് ചെയ്യുന്നു വിചാരിച്ചു. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ചിലപ്പോ പിന്നെ അതിലൂടെ തന്നെ പോവാം, അല്ലെങ്കിൽ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ആയിരിക്കും വിയിലേക്ക് എത്തുന്നത്. എങ്ങനെ വിയിലേക്ക് എത്തുന്ന വേറൊരു വഴിയിലൂടെ പോകുന്നു. ഓക്കെ, അപ്പോ ഈ രണ്ട് പാത്തും തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഫസ്റ്റ് വെർട്ടെക്സ് ആണ്. ഈ രണ്ട് പാത്തും തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഫസ്റ്റ് വെർട്ടെക്സ് ആണ് W ഈക്വൽ ടു ഇത് പ്രകാരം U3 കഴിഞ്ഞിട്ടാണ്, അതായത് U4 ആണ്. ഇത് W5 കഴിഞ്ഞിട്ടാണ്, W5 ആണ്. അതാണ് നമ്മൾ W ഈക്വൽ ടു UI ആൻഡ് W ഈക്വൽ ടു WJ എന്ന് പറഞ്ഞ രണ്ട് ഡിഫറെന്റ് സഫിക്സ് കൊടുത്തത്. അപ്പോ ഇത് WI ആണ്, ഇത് WJ ആണ്. Right. Now we can construct a cycle from this graph. അല്ലെ, സൈക്കിൾ നമുക്ക് കാണാൻ കഴിയണില്ലേ? അതായത് യുയിൽ നിന്ന് UJ-യിൽ വന്നിട്ട് UI-യിൽ വന്നിട്ട് തിരിച്ച് ഇങ്ങനെ പോന്നാൽ നമുക്കൊരു സൈക്കിൾ ഫോം ചെയ്യും. ദാറ്റ് ഈസ് എ കോൺട്രഡിക്ഷൻ. കാരണം ഗ്രാഫിൽ സൈക്കിൾ ഉണ്ടാകാൻ പാടില്ലല്ലോ. അപ്പൊ ആ സൈക്കിൾ എന്തായിരിക്കും? Then what will be that cycle? C equal to U will start with U1, U2, U3, etc. UI-ലെത്തുന്നു. UI-ലെത്തി UI പിന്നെ WJ എഴുതണ്ടായില്ല. UI WJ ഒന്നാണ്. പിന്നെ അതിന്റെ തൊട്ടുമ്പത്തെ വെർട്ടെക്സ് എന്തായിരിക്കും? WJ-ന്റെ തൊട്ടുമ്പത്ത് WJ -1 ആയിരിക്കും. അങ്ങനെ പോയിട്ട് W3, W2, W1, U is a cycle in T. പക്ഷെ ഇത് പാടുണ്ടോ? This is a contradiction. Since T is a tree, so it contain no cycles. അപ്പൊ നമ്മള് ട്രീയിൽ രണ്ട് പാത്ത് ഉണ്ടെങ്കിൽ രണ്ട് പാത്ത് ഉപയോഗിച്ച് നമുക്ക് സൈക്കിൾ ഫോം ചെയ്യാൻ പറ്റും. Therefore this is a contradiction. So
there is precisely one path from U to V. രണ്ട് പാത്ത് ഉണ്ട് എന്ന് പറഞ്ഞത് പിയും ക്യൂവും രണ്ട് പാത്ത് ഉണ്ട് എന്ന് പറഞ്ഞത് കോൺട്രഡിക്ഷൻ ആണ്. അതുകൊണ്ട് ഒരൊറ്റ പാത്തേ യുയിൽ നിന്ന് വിയിലേക്ക് ഉണ്ടാകാൻ പറ്റുള്ളൂ. ഇനി രണ്ടാമത്തെ പാർട്ട് നോക്കാം. രണ്ടാമത്തെ പാർട്ട് നമ്മൾ എന്താ പറഞ്ഞ ജി എന്ന് പറഞ്ഞ ഗ്രാഫിനെ പറ്റിയാണ്. ജി ഇസ് എ ഗ്രാഫ് without loops and there is only one path from U to V. For any U and V, there is only one path from U to V. Then G is a graph എന്നാണ് നമുക്ക് അല്ല G is a tree എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോ നമ്മൾ ഇവിടെ for any U, V belongs to G, there is one path from U to V എന്ന് പറഞ്ഞാല് therefore G is connected. കണക്റ്റഡ് പറഞ്ഞ പാത്ത് കണക്റ്റഡ് ആണ്. ഒരു പാത്ത് എല്ലാ വെർട്ടെക്സും തമ്മിൽ ഒരു പാത്ത് ഉണ്ടെങ്കിൽ ഗ്രാഫ് ഈസ് എ കണക്റ്റഡ് ഗ്രാഫ്. അപ്പൊ ട്രീ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് പ്രൂവ് ചെയ്യേണ്ടത്. കണക്റ്റഡ്, അസൈക്ലിക്. കണക്റ്റഡ് എന്നില്ല, എല്ലാ വെർട്ടെക്സും എല്ലാ രണ്ട് വെർട്ടെക്സും തമ്മിൽ ഒരു പാത്ത് ഉണ്ട്, യുവും ബിയും തമ്മിൽ ഒരു പാത്ത് ഉണ്ട് എന്നുള്ളത് നമുക്ക് കണക്റ്റഡ് പറയാം. ഇനി അസൈക്ലിക് എന്ന് പറയാന്, അസൈക്ലിക് എന്ന് പറഞ്ഞാല് നമ്മള് ഇതാക്കണ്ട് ആദ്യം വൺ സൈക്കിൾ ഉണ്ടോ ടു സൈക്കിൾ ഉണ്ടോ അങ്ങനെയാണ് നോക്കേണ്ടത്. വൺ സൈക്കിൾ ഇല്ല, കാരണം ഗ്രാഫിൽ എന്തില്ല, സിൻസ് G contain no loops, it has no one cycle. ഇനി വൺ സൈക്കിൾ അല്ലാത്ത സൈക്കിൾ ഉണ്ടെങ്കിലോ, ഇനി സൈക്കിളേ ഉണ്ടാവില്ല എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ സൈക്കിൾ ഉണ്ടെങ്കിലോ എന്നെടുക്കുക. സപ്പോസ് ഈക്വൽ ടു യു v1 v2 etc vn v va sorry c equal to vu1 v1 v2 etc vn v1 va cycle in G. നമുക്കൊരു കോൺട്രഡിക്ഷൻ കിട്ടണം. നമുക്കറിയാം സൈക്കിളിന്റെ ഡെഫിനിഷൻ പ്രകാരം v1 v2 etc vn ആർ ഡിസ്റ്റിങ്ക്റ്റ് ആണ്. അപ്പൊ ഡിസ്റ്റിങ്ക്റ്റ് വെർട്ടീസ് ആണ്. then p equal to v1 v2 etc vn say path from v1 to vn, right? അല്ലേ? ദിസ് എ ട്രയൽ. ഇതെന്തായിരിക്കും, ട്രയൽ ആയിരിക്കും. ട്രയൽ ആകുമ്പോൾ എഡ്ജ് ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. പക്ഷെ v1 നമ്മള് സൈക്കിളിന്റെ ഡെഫിനിഷനിൽ പറയേണ്ടത് v1 v2 etc vn ആർ ഡിസ്റ്റിങ്ക്റ്റ് വെർട്ടീസസ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ p equal to v1 v2 etc vn is a path from v1 to vn. but ലാസ്റ്റ് എഡ്ജ് എന്താണ്, ഇതെന്താണ്, vn v1. vn v1 ഉണ്ടാവണമെങ്കിൽ vn ൽ നിന്ന് v1 ലേക്ക് ഒരു എഡ്ജ് ഉണ്ടാവണ്ടേ. then p dash equal to v1 vn, അങ്ങോട്ടുള്ള എഡ്ജ് ഇങ്ങോട്ടും വായിച്ചൂടെ, is another path and p dash equal to v1 is another path from v1 to vn. This is a contradiction. Therefore എന്തുകൊണ്ടാണ് കോൺട്രഡിക്ഷൻ ഉണ്ടായത്, നമ്മൾ സൈക്കിൾ എടുത്തുകൊണ്ടാണ്. therefore അങ്ങനെ ഒരു സൈക്കിളേ ഗ്രാഫിൽ ഉണ്ടാവില്ല. therefore the graph contain no cycles. therefore G is acyclic. G is connected, G is acyclic, therefore G is a tree. വളരെ സിമ്പിൾ പ്രൂഫ് ആണെന്ന് വായിച്ചു നോക്കാം. Next theorem, let T be a tree with at least two vertices and let P equal to U0, U1, etc. Un be a longest path in T. Longest path in T. Then so that there is no path in T length greater than n.
then both u0 and un have degree 1 and degree of u0 equal to 1 equal to degree of un. അപ്പൊ ഒരു ട്രീയിലുള്ള ലോങ്ങസ്റ്റ് പാത്ത് എടുത്താല് എന്താ അതിന്റെ ഇനീഷ്യൽ വെർട്ടെക്സ് u0നും ടെർമിനൽ വെർട്ടെക്സ് un-നും ഡിഗ്രി 1 ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോ സപ്പോസ് degree of u0 greater than 1 equal to 1 ആണ് പ്രൂവ് ചെയ്യേണ്ടത്. സിമിലർലി un-ന് പിന്നെ സിമിലർലി എന്ന് എഴുതിയാൽ മതി, ഒന്നിന് മാത്രം പ്രൂവ് ചെയ്താൽ മതി. ഡിഗ്രി ഓഫ് u0 ഗ്രേറ്റർ ദാൻ 1 ആകാൻ പറ്റുമോ നോക്കുക. ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞാല് ഡിഗ്രി ഇവിടെ ഇപ്പോ u0ൽ നിന്ന് നമ്മളുടെ പാത്ത് ലോങ്സ്റ്റ് പാത്തിന് നമ്മൾ u1 u2 എക്സെട്ര un-1 എന്ന് പേര് കൊടുക്കുക. അപ്പൊ ഈക്വൽ ടു തന്നിട്ടുണ്ടല്ലോ അല്ലെ, u0 u1 എക്സെട്ര un തന്നിട്ടുണ്ട്. ഇവിടെ u0ൽ നിന്ന് ഡിഗ്രി ഓഫ് u0 ഗ്രേറ്റർ ദാൻ 1 എന്ന് അസ്യൂം ചെയ്യാം. we shall get a contradiction കാരണം we prove the result by contradiction. ഇപ്പോ 1 ആണെന്ന് പ്രൂവ് ചെയ്യാൻ 1-നേക്കാളും കൂടുതലാണെങ്കിൽ എന്താ സംഭവിക്കുക എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒരു ഡിഗ്രി 1 ഇവിടുന്ന് തന്നെ കിട്ടി. ഇത് ഈ എഡ്ജിന് നമ്മൾ ഇ എന്ന് പേരെടുക്കുക, അല്ലെങ്കിൽ e1 എന്ന് പേരെടുക്കുക. ഇനി ഡിഗ്രി ഓഫ് u0 ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് u0ൽ നിന്ന് ഒരു എഡ്ജ് കൂടിയും പോകുന്നുണ്ടാവും. ആ എഡ്ജ് ഇനി 2 കേസ് ഉണ്ട്. അപ്പൊ അതിലൂടെയാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. സപ്പോസ് then let e1 equal to u0 u1. Then there is one more edge from u0 to some vertex b. At least കാരണം 1-നേക്കാളും കൂടുതലാണ് 2 എങ്കിലും ആവണല്ലോ. അപ്പോ at least one more edge from u0 to some other vertex, അതിന് v എന്ന് വിളിക്കുക. ആ v എന്നുള്ളത് ഒന്നുകിൽ ഈ പാത്തിൽ ഏതെങ്കിലും ഒരു, ഇപ്പോ ഇതാണ് v എന്ന് വിചാരിക്കുക. ഇതാണ് v എങ്കിൽ ഇങ്ങനെയാണ് ഒരു എഡ്ജ് ഉണ്ടാവുക. പക്ഷെ ഇങ്ങനെ എഡ്ജ് ഉണ്ടായ കോൺട്രഡിക്ഷൻ ആയി. ഈ കേസ് 1 v is a vertex in the path p. In the path p, then there is a cycle in T which is a contradiction. വിശദമായിട്ട് പറയുകയാണെങ്കിൽ പിയില് ui ആണ് അതെന്ന് വിചാരിക്കുക. എങ്ങനെ അറിയും? പിയില് ui ആണ് ആ v എന്ന് വിചാരിക്കുക. then u0 u1 u2 എക്സെട്ര ui u0 ഈ എഡ്ജിലൂടെ തിരിച്ച് u0ലേക്ക് വരുന്നത് u1 u2 എക്സെട്ര. ഇത് ഈ പാത്തിലൊരു വെർട്ടെക്സ് ആണ് v എങ്കിൽ this equal to some ui. Then u0 u1 u2 എക്സെട്ര ui നിന്ന് വീണ്ടും ഒരു എഡ്ജ് ഉണ്ട് ഇങ്ങോട്ട് u0ലേക്കെങ്കിൽ u0. This is a cycle in G which is a contradiction since the tree has no cycles. So case 1 v is a vertex in the path P. Case 2
is not a vertex in the path. അപ്പൊ എന്താ സംഭവിക്കുക? V ഇവിടെ അല്ല എന്ന് വിചാരിക്കുക. അപ്പോ ഇങ്ങനെ ഒരു കണക്ഷൻ ഇല്ല. അപ്പൊ എന്താ സംഭവിക്കുക നോക്കുക? V എന്ന് പറയുന്ന വേറെ വെർട്ടെക്സ് ആയിരിക്കും, അവിടേക്കാണ് ഈ E2 പോവാ. ഇപ്പൊ എന്താ കോൺട്രഡിക്ഷൻ വരിക? ഇപ്പൊ എന്താണ് കോൺട്രഡിക്ഷൻ വരിക? വിയിൽ നിന്ന് UN-ലേക്കുള്ള പാത്ത് എടുക്കുക, വിയിൽ നിന്ന് UN-ലേക്കുള്ള പാത്ത് എടുക്കുക. Then the VUN path എന്തായിരിക്കും? Then the VUN path ഏതാണ് വരിക? V E2 U1 E1 സോറി E1 എന്ന് പറയണ്ടല്ലോ അല്ലെ, ഇങ്ങനത്തെ തന്നെ പറഞ്ഞാൽ മതിയല്ലോ. വിയിൽ നിന്ന് എഡ്ജ് ഉണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ മതി അല്ലേ? എന്താ പാത്ത്? V U1 U2 etc. Then the path V U1 U2 etc. UN, ഈ പാത്തിന്റെ ലെങ്ത് എന്താണ്? Has length n plus 1. This is which is longer than P. എന്താ ഗ്രാഫിലുള്ള ലോങ്സ്റ്റ് പാത്താണ് VUN അല്ല U1 UN എന്നാണ് പറഞ്ഞത്. അതിനേക്കാളും വലിയൊരു പാത്ത് നമുക്ക് ഈ V യുടെയും കൂട്ടിച്ചേർത്താൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. This also a contradiction. This also a contradiction. അപ്പോഴോ therefore of U not 1. Similarly, we can prove ഒന്നാമത് degree of VN equal to UN equal to 1. നെക്സ്റ്റ് ഈ തിയറത്തിന്റെ കൊറോളറി ആണ്. In any tree T, there is at least 2 vertices of degree 1. ഇത് വളരെ സിമ്പിൾ ആണ്. In any tree, പ്രൂഫ് ഇത്രേ ഉള്ളൂ. In any tree, there is a longest path. Then degree of U1 equal to degree of UN equal to 1 by the above theorem. Therefore, at least 2 vertices have degree 1. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് പോലെ മാത്രമേ ഉള്ളൂ. ഏത് ട്രീയിലും 2 വെർട്ടെക്സിന്റെ എങ്കിലും ഡിഗ്രി 1 ആയിരിക്കും. അതിന് കാരണം ഏത് ട്രീയിലും ഒരു ലോങ്സ്റ്റ് പാത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ലോങ്സ്റ്റ് പാത്ത് ഹാസ് 2 n vertices with degree 1. അത് നമ്മൾ തൊട്ടുമ്പത്തെ തിയറത്തിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് പ്രത്യേകം പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു 1-2 ചെറിയ തിയറങ്ങളൂടെയും പറഞ്ഞാൽ ഈ സെക്ഷൻ പൂർത്തിയാവും. ഒരു ട്രീയിൽ എത്ര വെർട്ടീസ്, എത്ര എഡ്ജ് ഉണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മളെ ഈ ആദ്യം നമ്മൾ വെച്ച എക്സാമ്പിളുകളൊന്ന് നോക്കാം. ഇതിൽ നോക്കുകയാണെന്നല്ലേ, ഈ ഫസ്റ്റ് ഇതിൽ എത്ര എഡ്ജ് ഉണ്ട്? 1 2 3 4 5. എത്ര വെർട്ടെക്സ് ഉണ്ട്? 5. ഇതിൽ എത്ര എഡ്ജ് ഉണ്ട്? 1 2 3 4 5. ഇതിൽ എത്ര ഉണ്ട്? 1 2 3 4 5. 1 2 3 4 5. 1 2 3 4 5. 1 2 3 4 5. So number of edges in a tree is number of vertices minus 1. This very important result. നമ്മൾ ആ പ്രൂഫ് എന്തായാലും ഈ റിസൾട്ട് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ അത് വളരെ സിമ്പിൾ ആയിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പറഞ്ഞാൽ ക്വസ്റ്റ്യൻ വളരെ
ചെറുതായതുകൊണ്ട് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. Is the theorem. If T is a tree with n if T is a tree with n vertices, then it has precisely -1 edges. നമ്മളെ എന്താ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വഴിയാണ് പ്രൂവ് ചെയ്യണത്. ഒരു എഡ്ജിലെ ട്രീ എങ്ങനെ ഉണ്ടാവുക? T1 ഒരു എഡ്ജിലെ ട്രീക്ക് നമ്മൾ T1 എന്ന് വിളിക്കാൻ വിചാരിച്ചോളൂ. ഇതാണ് ഒരു എഡ്ജിലെ ഒരു വെർട്ടെക്സിലെ ട്രീ എങ്ങനെ ഉണ്ടാവുക? ഒരു വെർട്ടെക്സ് മാത്രമല്ല ട്രീ, ഈ ഒരു വെർട്ടെക്സേ ഉള്ളൂ. പിന്നെ ലൂപ്പ് ഉണ്ടാവാൻ പറ്റുമോ? ലൂപ്പായ സൈക്കിൾ ഉണ്ടായില്ലേ? സോ ദിസ് ഈസ് ദ tree with one vertex. How many edges are there? 0. That is 1 minus 1. But for n equal to 1, the result is true. Result holds for equal to 1. Assume the result holds for a graph, like tree, for a tree k vertices. That is for a tree with k vertices, there are -1 edges. അതാണല്ലോ assumption, induction assumption. And we have to prove that for a graph of with k plus 1 vertices, the result holds. Let T be a tree with k plus 1 vertices. We shall prove T has k edges. അത് പ്രൂവ് ചെയ്യാന് T എന്നുള്ളത് ഒരു ഇങ്ങനെ ട്രീ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇങ്ങനെ പല വിധത്തിലും പോകുന്നുണ്ടാവും അല്ലെ? നമുക്കറിയാം ഈ ഗ്രാഫിൽ രണ്ട് വെർട്ടെക്സിന്റെ അല്ലെങ്കിൽ ഒരു വെർട്ടെക്സിന്റെ എങ്കിലും ഡിഗ്രി എന്താണ്, അല്ലെങ്കിൽ രണ്ട് വെർട്ടെക്സിന്റെ എങ്കിലും ഡിഗ്രി എന്താണ്? 1 ആണ് അല്ലെ? it has at least one vertex of degree 1. Let U be such a vertex. എന്താണ്? യുവിന്റെ ഡിഗ്രി 1 ആണ്. യുവിന്റെ ഡിഗ്രി 1 ആണ്. ഇനി എന്താണ് നമ്മൾ ചെയ്യുന്നത് വെച്ചാല് ഈ യു അല്ലാത്ത ഏതോ രണ്ട് വെർട്ടെക്സ് എടുക്കുക ഗ്രാഫിൽ. ഏത് രണ്ട് വെർട്ടെക്സ് എടുത്താലും, യു അല്ലാത്ത ഏത് രണ്ട് വെർട്ടെക്സ് എടുത്താലും അത് തമ്മിലുള്ള പാത്തിൽ യു ഉണ്ടാവില്ല. റൈറ്റ്? യു അല്ലാത്ത ഈ ഗ്രാഫിൽ ഏതോ ഒരു എക്സും വൈയും എടുക്കുക. ഈ ഗ്രാഫിൽ എക്സും വൈയും തമ്മിലുള്ള പാത്തിൽ യു ഉണ്ടാവില്ല. കാരണം എന്താണ്? യുയിലേക്ക് പോയാൽ യുന്ന് മടങ്ങി വരാൻ കഴിയില്ല. യുയിലേക്ക് പോയാൽ വെർട്ടെക്സ് റെപ്പറ്റീഷൻ വരും, അപ്പൊ പാത്ത് അല്ലാതാവും. സോ if x and y are, then if x and y are
any two vertices in T then any two vertices in T other than U, different from U, other than U, then there is a path which does not contain U. യുനെ ബാധിക്കാത്ത വിധത്തില് ബാക്കി ഏത് രണ്ട് വെർട്ടെക്സ് തമ്മിലും ഒരു പാത്ത് ഉണ്ട്. കാരണം ഈ 1 ഡിഗ്രി വെർട്ടെക്സിലൂടെ ആ വെർട്ടെക്സിന്റെ പാത്ത് മാത്രമേ ഉള്ളൂ, വേറെ ഏത് വെർട്ടെക്സിനും പോകാൻ കഴിയില്ല. കാരണം പോയാൽ അവിടുന്ന് പുറത്തെടുക്കാൻ കഴിയില്ല, തിരിച്ച് അതേ വഴിക്ക് തന്നെ വരേണ്ടി വരും. അപ്പൊ അത് ആ ഗ്രാഫ് ആ പാത്ത് അത് പാത്തല്ലാതായി മാറും, വെറും വാക്കായി മാറും. മനസ്സിലായോ അത്? അപ്പോ ഈ യുനെ ഗ്രാഫ് എന്ന് ഒഴിവാക്കിയ then T minus U is a connected graph കാരണം യു ഒഴിവാക്കിച്ചിട്ട് ബാക്കി ഏത് വെർട്ടെക്സും തമ്മിൽ യു അല്ലാത്ത ഏത് രണ്ട് എക്സും വൈയും തമ്മിലുള്ള പാത്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ യു അല്ലാത്ത ബാക്കിയുള്ള എല്ലാ വെർട്ടെക്സും പരസ്പരം കണക്റ്റഡ് ആണ്. അപ്പൊ ടി മൈനസ് യു ഇസ് എ കണക്റ്റഡ് ഗ്രാഫ് ആൻഡ് സിൻസ് ടി ഈസ് അസൈക്ലിക് minus u is acyclic. Again, therefore T minus u is a tree. T minus u എത്ര വെർട്ടെക്സ് ഉണ്ട്? T contains k plus 1 vertex. എന്തിനാണ് നമ്മൾ അതിനെ ഒഴിവാക്കിയത് മനസ്സിലാവും? T minus u contain k vertices. By induction assumption, നമുക്ക് k വെർട്ടെക്സിൽ എല്ലാ ഗ്രാഫിൽ എത്ര എഡ്ജ് ഉണ്ട്? T minus u has k minus 1 edges. Therefore T has k minus 1. പിന്നെ യുയിലേക്ക് പോകുന്ന ഒരു എഡ്ജ് കൂടി ഉണ്ടല്ലോ, plus 1 k edges. Therefore the result is true for all k. Therefore any tree with k vertices contain k-1 edges is true for all k. Okay, mathematical induction വഴി പ്രൂവ് ചെയ്തു. ഇനി ഒരു റിസൾട്ട് കൂടി ഉണ്ട്, ഇതുകൂടി കഴിഞ്ഞാൽ ഈ സെക്ഷൻ കഴിഞ്ഞു. Let G be a graph with the n vertices and k connected components. That is, നമ്മൾ പറഞ്ഞു കണക്റ്റഡ് കമ്പോണൻസിന്റെ എണ്ണത്തിന് നമ്മൾ ഒമേഗ ജി k. Then G has n
k edges. അപ്പൊ G എങ്ങനെയായിരിക്കും ഉണ്ടാവുക നോക്കാം. അസൈക്ലിക് ആയിട്ട് k കമ്പോണൻസ്. അസൈക്ലിക് എന്ന് പറഞ്ഞാൽ സൈക്കിൾ ഉണ്ടാവില്ല അല്ലെ. ഇങ്ങനെ ഗ്രാഫിന് ഇങ്ങനെ k കമ്പോണൻസ് ഉണ്ട് എന്ന് വിചാരിക്കുക. k കമ്പോണൻസ് ഇങ്ങനെ k കമ്പോണൻസ് ഉണ്ട് വിചാരിക്കുക. 1 2 3 എക്സെട്ര k കമ്പോണൻസ് ഉണ്ട് വിചാരിക്കുക. ഇനി ഈ ഓരോ കമ്പോണന്റും ഓരോ ട്രീ ആയിരിക്കും. യെസ്. let the components contain n1, n2, etc. nk vertices. Then n1 plus n2 plus etc. plus nk. എല്ലാ വെർട്ടെക്സും ഓരോ ഒരു ഫസ്റ്റ് കമ്പോണന്റിൽ 4 വെർട്ടെക്സ് ആണല്ലേ, രണ്ടാമത്തിൽ 2 എണ്ണല്ലേ. അപ്പൊ ഇതിന് n1 എന്ന് പറയാം, ഇതിന് n2 എന്ന് പറയാം, ഇതിന് n3 എന്ന് പറയാം. അങ്ങനെ ഇതിന് nk എന്ന്, ഇതിൽ nk വെർട്ടെക്സ് ആണല്ലേ വിചാരിക്കുക. അപ്പൊ എല്ലാ വെർട്ടെക്സും ആഡ് ചെയ്താൽ ഗ്രാഫിലെ മൊത്തം വെർട്ടെക്സിന്റെ ഇത് കിട്ടും. അതാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോണത്. Now each component is a tree. Why? Each component is connected. Since each component is connected and acyclic, each component is a tree. Each component is a tree. Therefore first component contain n1 minus 1 edges tree ആയതുകൊണ്ട് second component contain n2 minus 1 edges, etc. component contain nk minus 1 അല്ല, nk minus 1 edges. Therefore G contain ഓരോ എഡ്ജും ആഡ് ചെയ്യുക, n1 minus 1 plus n2 minus 1 plus etc. plus nk minus 1 edges equal to n1 plus n2 plus nk minus 1 എത്ര എണ്ണം ഉണ്ട്? What is this? Is equal to total number of vertices is equal to n minus k edges. That is the proof, and by this proof this section is complete.